ആഹാ, മോക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ, നല്ല ഉഷാറായി അല്ലേ മോളെ? അതെ അങ്കിളെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അല്ല, ഇതാരാ മോളെ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഏറാടി, ഒരു വൈദ്യരാ. എനിക്ക് വണ്ണം കുറയാനുള്ള മരുന്ന് തരുന്നത് ഈ വൈദ്യരാ. വൈദ്യര് അല്ലല്ലോ, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഏയ് ഇല്ല, നമ്മള് തമ്മിൽ ഒരു പരിചയമില്ല. ഉണ്ട്, പക്ഷേ അപ്പോ വേഷം ഇതായിരുന്നില്ല. അങ്ങേക്ക് ഓർമ്മ പശക പറ്റിയതാ. അങ്ങ് ഉദ്ദേശിക്കുന്ന ആള് ഞാനായിരിക്കില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നാലും എനിക്കേളെ അറിയാലോ. ഏയ് ഒന്ന് നിന്നേ. നിങ്ങള് രാമാനുജനല്ലേ? എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ഒരുപാട് കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ക്ഷമിക്കണം, ഞാൻ അങ്ങ് ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാനൊരു പാവം വൈദ്യരാ. ഇതാരൊക്കെയാ വൈദ്യരെ പറ്റി? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. മടങ്ങാൻ ധൃതിയുള്ളതുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാ ഇദ്ദേഹം വിളിച്ചത്. അല്ല ഏട്ടാ, എനിക്ക് ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹം വൈദ്യരല്ല. ഞാൻ കാണുമ്പോ ഇദ്ദേഹത്തിന് ഈ കാവ് വേഷവും ഇല്ല. സദാനന്ദ, ഇത് ഏറാടി വൈദ്യരാ. മോക്ക് വണ്ണം കുറയാനുള്ള മരുന്ന് കൊടുക്കുന്നത് ഈ വൈദ്യരാ. അതെ. അല്ലല്ല, ഇദ്ദേഹം വൈദ്യരെ അല്ല. ചെന്നൈയിൽ വെച്ചാ ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. വാഹിനി സ്റ്റുഡിയോ വെച്ച്. രാമാനുജൻ, അതല്ലേ നിങ്ങളുടെ ശരിക്കുള്ള പേര്? ഇത് രാമാനുജൻ തന്നെ. ആ ചേട്ടാ, ഞാൻ വന്നതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ സാധനം? ഗൗരിയെ കൊണ്ടുപോകാനാ ഞാനിപ്പോ വന്നത്. അവളെ എന്റെ കൂടെ ഒന്ന് വിടണം. ഗൗരിച്ചി, പണി പാളി. എന്തുവാടി? ഗൗരിച്ചി കെട്ടിന്റെ പണി കൊണ്ടൊരാൾ വന്നിട്ടുണ്ട്. ആര് ആര് വന്ന കാര്യം നീ പറയുന്നേ? രാജീവേട്ടന്റെ അച്ഛൻ. ഗൗരിയച്ചെ തിരിച്ചു കൊണ്ടുപോവാനാ രാജീവേട്ടന്റെ അച്ഛൻ വന്നിരിക്കുന്നത്. അയ്യോ, നിന്നോട് ആരാ പറഞ്ഞ ഇക്കാര്യം? രാജീവേട്ടന്റെ അച്ഛൻ വലിച്ചനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഈശ്വര, ഇത് വലിയ കുരിശായല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും നന്ദിനി? നീ ഒരു വഴി പറഞ്ഞതാ. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഗൗരിച്ചയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. എത്രയും വേഗം ആലോചിച്ചൊരു വഴി കണ്ടുപിടിക്കേ. ഹലോ ചേച്ചി, ഞാൻ കാവേരിയ. എനിക്കിപ്പ ചേച്ചി കാണണം. ചേച്ചി, ഞാൻ നിള ചേച്ചിയുടെ കൈ കൊടുക്കാം. എന്താ ഇപ്പൊ സന്തോഷായോ രണ്ടാൾക്കും? ഒത്തിരി സന്തോഷായി. എന്നാ പിന്നെ മോൾ എന്നെ ഒന്ന് ചേച്ചമ്മയെന്ന് വിളിച്ചേ.
ചേച്ചിയമ്മേ. മോളെ ചേച്ചിയമ്മേ, ഞാൻ നിലച്ച് കിടക്കാവേ. ചേച്ചിയമ്മ, ഞങ്ങൾക്ക് ഉടനെ ചേച്ചിയമ്മ കാണണം. ചേച്ചിയമ്മ മക്കളെ കാണാൻ വേഗം വരാട്ടോ. ചേച്ചിയമ്മ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അത് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് മോള് ധൈര്യമായിട്ട് പറഞ്ഞോ, എന്താ കാര്യം? അത് എന്താ ഇത്? കുട്ടികൾക്ക് കഴിക്കാനുള്ള ആഹാരം. അവളുടെ ഒരു ആഹാരം. എന്തൊരു തോന്നിവാസ സുധി നീ കാണിച്ചത്? ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആഹാരമല്ലേ? ദേ, നിന്റെ ഗുണ്ടായിസൊന്നും ഈ വീടിനകത്ത് കാണിക്കണ്ട കേട്ടോ. എന്നോട് എതിർക്കാറായോടെ നീ? അടുക്കളക്കാരി ആ നിലയ്ക്ക് ഇന്നില്ലെങ്കിൽ ഞാൻ ആ നരന്ത പുല്ലോടെ വക്കാലത്തോട്ടിന് വന്നോണ്ടല്ലോ. നിന്നെ ഞാൻ മതികലേ, നിങ്ങളുടെ ബലത്തിലെ ഇവൻ എന്നെ തല്ലിയത്. ആ കുട്ടികളുടെ അമ്മയുടെ ബന്ധുവാ ഞാൻ. വെറും ഒരു ജോലിക്കാരി മാത്രമല്ലെന്ന് മതികലയ്ക്കും അറിയാലോ. പക്ഷെ ഇവൻ ഈ വീടുമായിട്ട് എന്താ ബന്ധം? ഇവൻ ഈ വീടുമായിട്ടുള്ള ബന്ധം അളക്കാൻ വാസന്തി ആരും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ ഞാൻ ചത്തുപോയ പാട്ടുകാരൻ ശ്രീനിവാസന്റെ പെങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ വീടിന്റെ അവകാശം നിങ്ങൾക്കുണ്ടാവണമെന്നുണ്ടോ? ശ്രീനിയേട്ടൻ വയ്യാതായപ്പോ മുതൽ നിങ്ങൾ എല്ലാവരും കൂടി ആ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങിയതാ. ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യും? ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കൂ? ആ, അതോ നീ ഞങ്ങളെ ഇവിടുന്ന് അടിച്ചിറക്കൂ? എടി, ആ പിള്ളേരുടെ ചത്തുപോയ തള്ളയുടെ ബന്ധുവാണെങ്കിലും നീ ഇവിടുത്തെ അടുക്കളക്കാരിയാ. വെറും അടുക്കളക്കാരി. ആ സ്ഥാനത്ത് മാത്രം നിന്നാ മതി. എവളെ ഒന്നും ഇവിടെ വെച്ചേക്കലും പറഞ്ഞയക്കണ പറ്റി. ഒന്ന് പോടാ ചെറുക്ക. മതികലേ, എനിക്ക് നിങ്ങളെ ഇവിടുന്ന് അടിച്ചിറക്കാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷേ അതിന് അധികാരമുള്ള ഒരാളുണ്ട്. അവള് വരും, സ്വാതി മോള്. അന്ന് തീരും നിങ്ങളുടെ ഈ അഹങ്കാരം. മമ്മി, മമ്മി, എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? ഇത് കണ്ടില്ലേ മമ്മി? ആ ഇളയവളില്ലേ കാവേരി, കാണാൻ ഇത്തിരി ഉള്ളെങ്കിലും ഒടുക്കത്തെ ശക്തിയാ. അവിടുന്ന് രണ്ടും കൂടെ എന്നെ കടിച്ചു മുറിച്ചത് കണ്ടില്ലേ? കള്ളം പറയല്ലേ കൊച്ചേ. അവരെ ഉപദ്രവിച്ചതും പോരാഞ്ഞിട്ട് വീണ്ടും അവരെ കുറ്റം പറയുന്നു. മിണ്ടത് പോകുന്നുണ്ടോ നിങ്ങള്? ഇന്ന് കണ്ടില്ലേ കൂട്ടദേവാങ്കള്? സുധി, രണ്ടിന് കണക്കിന് കൊടുത്തോ, ഞങ്ങള് പുറത്ത് നിക്കാം. നശൂലങ്ങള് കാണിച്ചേരടി. എടേ, നീയൊക്കെ രാഗേന്ദുവിനെ എന്താ ചെയ്തേ? അത് പിന്നെ ഞങ്ങള് നിന്നെയൊക്കെ അഹങ്കാരം കാണിക്കുന്നോടി നീയൊക്കെ. എന്താ നിന്റെ വിചാരം? ആരാണ് നിന്റെയൊക്കെ വിചാരം? അങ്കിളെ, പ്ലീസ് പ്ലീസ് അങ്കിളെ. രാഗേന്ദുവിനെ കടിക്കാനോ? മോളെ കാവേരിക്കുട്ടി, എന്തിനാ മക്കള് കരയുന്നേ? അങ്കിളെ, ഞങ്ങളെ അടിച്ചു. ചേച്ചിക്ക് ഒത്തിരി അടി കിട്ടി. ആണോ മോളെ? യ്യോ, അങ്കിളെ, ഞങ്ങൾ എവിടുന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകളെ. എന്താ വാസന്തി ഇതൊക്കെ? നിനക്കൊന്ന് തടയായിരുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ മുറുക്കി പുറത്തിട്ട് കഥ കടച്ചിട്ടാ അവനകത്ത് കയറി ഈ ക്രൂരത കാണിച്ചത്. ആരും ഇല്ലാത്ത എനിക്ക് ഇവിടെ അഭയം തന്നത് ശ്രീനിയേട്ടനാ. അമ്മയില്ലാത്ത ഈ കുട്ടികളെ നോക്കാൻ ഇന്ന് വരെ ഞാനത് പാലിച്ചു. ഇപ്പോ വലിച്ചോ നീലേ, വലിച്ചോ. എന്താടാ
എന്തിനാ നീ വിളിച്ചേ? വലിച്ച ഇത് നോക്കി. ചതിച്ചല്ലോ ഈശ്വര. എന്താ എന്തു പറ്റി? നോക്ക്. അച്ഛാ, എന്താടാ മോനെ ഇതൊക്കെ? ഇവിടെ നീതി നിയമമൊന്നും ഇല്ലേ? അച്ഛാ, നമ്മുടെ വീട്ടിലെ ജോലിക്കാരി അവളാണോ അമ്മയെ കൊന്നത്? കോടതി ഇതൊക്കെ വിശ്വസിച്ചോ? ഇതെല്ലാം വേദയുടെ ബുദ്ധിയാ. ജോലിക്കാരിയെ വിലക്കെടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവളുടെ തന്ത്രം. ഈ വീട്ടിൽ ഉപ്പും ചോറും തിന്നവളാ ജോലിക്കാരി അമ്പിളി, കാട്ടാക്കടക്കാരി അമ്പിളി. അവളെ തന്നെ വിലക്ക് വാങ്ങിക്കാൻ വേദ ബുദ്ധി കാണിച്ചു. അതിനർത്ഥം എന്താ? അച്ഛാ, അവൾ ഇതെല്ലാം പ്ലാൻ ചെയ്തായിരിക്കാം ഇപ്പൊ പരോളിൽ ഇറങ്ങിയത്. അവൾ ഒളിവിലിരുന്നോണ്ട് പ്ലാൻ ചെയ്തായിരിക്കും ഈ ജോലിക്കാരിയെ വിലക്കെടുക്കാനുള്ള ബുദ്ധി. മാലതിയെ കൊന്നത് അവളല്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും കോടതി കീഴടങ്ങി അവൾ കുറ്റം സമ്മതിച്ചു. എന്തിനു വേണ്ടിയിട്ട്? പണത്തിന് വേണ്ടി തന്നെ ആയിരിക്കും അവളിത് ചെയ്തത്. ഒരു ദിവസം ആരോടും പറയാതെയാ ആ ജോലിക്കാരി ഇവിടുന്ന് അപ്രത്യക്ഷമായത്. നമ്മൾ എത്ര തവണ അവരെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു, അന്ന് അവര് ഫോൺ പോലും എടുത്തില്ല. അച്ഛാ, വേദയുടെ പിടിയിൽ അവൾ എങ്ങനെ ചെന്ന് പെട്ടു എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. പരോളിൽ ഇറങ്ങി മുങ്ങിയ പ്രതിയാ വേദ. ചേടാ, അത് പിന്നെ ഇവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. മമ്മി ഇതെന്താ തെരയുന്നേ? ആ ഡോക്യുമെന്റ്സ് ഒന്നും ഇവിടെ കാണുന്നില്ല. ശ്രീശൈലത്തുനിന്നേ അയാൾ അതെല്ലാം ഇവിടെ കൊണ്ടുവച്ചതാ. അതൊന്നും ഇപ്പൊ കാണുന്നില്ല. കോടതിയിലെ കേസിന്റെ ഫയൽ പോലും ഇപ്പൊ കാണുന്നില്ല. എന്നാ അയാൾ ഇതെല്ലാം മാറ്റി കാണും, ആ ഏറാടി. എന്നാ പിന്നെ അയാൾ അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കാണും. മനസ്സിലായില്ലേ? ആ സ്വാതിയുടെ കയ്യില് എങ്കി പേടിക്കണം. കേട്ടറിഞ്ഞ വിവരങ്ങൾ വെച്ച് സ്വാതി ചങ്കുറപ്പുള്ളവളാ, ആരെയും ഭയമില്ലാത്തവളാ. അവളെ സൂക്ഷിക്കണം. എല്ലാം കൈയടക്കാനായി അവൾ ഇവിടേക്ക് വന്ന നമ്മൾ എന്ത് ചെയ്യും മമ്മി? ആ ഏറാടി എല്ലാത്തിനും കാരണം. ഇത്രയും കാലം ഇല്ലാതിരുന്ന സാദിയെ അയാൾ എവിടുന്നോ തേടി പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു നമ്മളെ തോൽപ്പിക്കാൻ. സുധി, ഞാൻ എന്ത് ചെയ്യണം? അപ്പച്ചി പറഞ്ഞാ മതി. എന്ത് ചെയ്തിട്ടാണെങ്കിലും സാദി ഈ കുട്ടികളെ തിരക്കി ഇവിടേക്ക് വരുന്നത് തടഞ്ഞേ പറ്റൂ. ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചിട്ടും ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെട്ടവളാ. ഒടുക്കത്തെ ആയുസ് അവക്ക്. ഇങ്ങോട്ട് നോക്ക. ശ്രീശൈലം വീടേ എനിക്ക് കിട്ടിയേ പറ്റൂ. അത് സാധ്യമല്ല. ഇനി സ്വാതിമോളാ അത് തീരുമാനിക്കേണ്ടത്. സ്വാതി സ്വാതി സ്വാതി, ഇതിന് മാത്രം പറയാൻ അവൾ ആരാ? അമ്മാവന്റെ പഴയ ഏതോ ഒരു ഭാര്യയുടെ മകള്. അതല്ലാതെ എന്ത് ബന്ധ അവക്ക് ഈ വീടുമായിട്ടുള്ളത്? എന്നിട്ടും സ്വത്തല്ല അവളുടെ പേരില്. അതെ മോളെ രാഗേന്ദു, അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? സ്വാതിയുടെ ഞരമ്പുകളിൽ ഒഴുകുന്നതേ ശ്രീനിവാസന്റെ കലർപ്പില്ലാത്ത ചോരയാ. ശ്രീനിവാസൻ ആദ്യം ജനിച്ച മകളാ അവളും. അവളാണ് ശ്രീനിവാസന്റെ എല്ലാ സ്വത്തിന്റെ സർവാധികാരി. അവള് വരും. അവള് തീർക്കും നിങ്ങളുടെ അഹങ്കാരം. ഈ പെണ്ണിനെ കാണിച്ച് മതികല നിന്നെ കൊണ്ട് ചുടുചോറ് വാരിക്കടാ മണ്ട. ഇവളും തള്ളയും ചേർന്ന് നിന്നെ ചതിക്കുകയാണെന്ന് ഒരിക്കൽ നീ മനസ്സിലാക്കും. മിണ്ടരുത്, ഇവിടെ നിർത്തിക്കോണം.
തേങ്ങ പൊട്ടിയില്ലല്ലേ? എന്തോ ഒരു ദോഷം ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ടാ തേങ്ങ പൊട്ടാത്തത്. എന്തായാലും വിഷമിക്കണ്ട. ദേവിയും വിഘ്നേശ്വരനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി നോക്ക്. ദേവി, സർവലോകരക്ഷകെ, സർവേശ്വരദായിനി, സർവമോക്ഷപ്രദായിനി, വിഘ്നേശ്വര. എന്താടി, എന്റെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി എറിഞ്ഞതാണോ? എന്നിട്ടെന്തേ പൊട്ടിയില്ല? അപ്പൊ നീ പ്രാർത്ഥിക്കുന്ന ദേവന് പോലും എന്റെ തല പൊട്ടിത്തെറിക്കുന്നത് ഇഷ്ടമല്ല. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ. നിന്റെ തല പൊട്ടിത്തെറിച്ച് പോണേന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കില്ല. പകരം വേറെ ഒന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഭഗവാനെ, ഇവളുടെ ജീവിതം നശിച്ച് നാറാണക്കല്ലായി മാറി ഒരു കുഞ്ഞിക്കാല് കാണാൻ പോലും ഭാഗ്യമില്ലാതെ കുടുംബജീവിതം കുട്ടിച്ചോറായി പോണേ. ഓടി ഇപ്പൊ എന്തായടി? നാളികേരം ഉടഞ്ഞു ചിതറിയത് കണ്ടില്ലേ? നീ എറിഞ്ഞപ്പോ പൊട്ടിയില്ല. അതിനർത്ഥം നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നാ. പക്ഷെ ഞാൻ ഉടച്ചപ്പോ നാളികേരം പൊട്ടി. അതെന്താന്നറിയോ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടുന്നാ. നീ ഈ ജന്മത്ത് ഒരമ്മയാവില്ല. നിർത്തടി. പ്രാർത്ഥനകൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാ, അല്ലാതെ നാശത്തിന് വേണ്ടിയല്ല. നീ ഇപ്പൊ പ്രാർത്ഥിച്ചത് ദൈവദോഷോ? അത് ചിലപ്പോ ഫലിക്കുന്നത് നിനക്ക് തന്നെ ആയിരിക്കും. എന്നിട്ട് എന്താടി നീ ഉടച്ചപ്പോ നാളികേരം ഉടയാത്തത്? ഓരോന്നിനും ദേവിക്ക് ഓരോ നിയോഗങ്ങളുണ്ട്. ഈ അഹങ്കാരം നിന്നെ കൊണ്ട് ഈ നടയിൽ വെച്ച് പറയിപ്പിച്ച് ദൈവകോപം നിന്റെ തലയിൽ വയ്ക്കാനായിരിക്കും ഇതിന്റെ നിയോഗം. നീ പ്രസവിക്കാതെ പോയാ അതിന് കാരണം എന്റെ പ്രാർത്ഥന ആയിരിക്കില്ല, ദൈവശാപമായിരിക്കും. പക്ഷെ നിന്നെ പോലെ ദുഷ്ടബുദ്ധി ഇല്ലാത്തൊരു കുഞ്ഞ് നിനക്ക് ജനിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കൊള്ളാം നിന്റെ പ്രാർത്ഥന. നീ പ്രാർത്ഥിച്ച ദൈവങ്ങൾ എന്നെ രക്ഷിച്ചത് കണ്ടോടി. ഞാനിപ്പോ ഫ്രീ ബേർഡായി. കേസുമില്ല, ജയിലുമില്ല. ഇപ്പൊ എന്റെ മുന്നിൽ തോറ്റതാരാണെന്ന് ഇനി ഞാൻ വിളിച്ചു പറയണോ? ഒരു ഡമ്മി പ്രതിയെ കൊണ്ടു കൊടുത്തു കരുതി നീ ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ള വിചാരമൊന്നും നിനക്ക് വേണ്ട. അല്പം താമസിച്ചായാലും നീതി നടപ്പാവും. ഇല്ലടി, ഇനി നടപ്പാകാൻ പോകുന്നത് എന്റെ നീതിയാ. ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി നീ എന്നെ ദ്രോഹിച്ചു. അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരും. നന്ദിനി, വേദേ ഒരു വിളഞ്ഞ വിത്ത. അവളുടെ ലക്ഷ്യം സ്വാതി മാത്രമായിരിക്കില്ല. പിന്നെ ഞാനും നീയൊക്കെ അവളുടെ ശത്രുപക്ഷത്ത് തന്നെയായിരിക്കും. നിന്റെ ജീവിതവും അവള് തകർക്കുമെന്നാ ഇപ്പൊ എന്റെ സംശയം. ആ ജോലിക്കാരിയെ വെച്ച് അവൾ ഇത്രയും പ്ലാൻ ചെയ്യണമെങ്കിൽ അവള് കാര്യമായിട്ട് എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട്. നീ തന്നെയായിരിക്കും അവളുടെ അടുത്ത ലക്ഷ്യം. അതെങ്ങനെയാ? ഞാനുമായിട്ട് അവർക്ക് എന്താ പ്രശ്നം? നന്ദിനി, അവളുടെ ജീവിതത്തിലെ പ്രധാന വിലത്തി ഇപ്പൊ സ്വാതിയെ കാട്ടി നീയല്ലേ? ഞാനോ? അതെങ്ങനെ ഞാൻ വിലത്തിയാവും? എടി, ഗിരിയുടെ ഭാര്യയായിട്ട് നീ ഈ വീട്ടിലേക്ക് വന്നതോടെ ഗിരിയിലേക്ക് എന്തെങ്കിലും തിരികെ വരാനുള്ള അവളുടെ അവസരം നഷ്ടപ്പെട്ടില്ലേ?
വല്യമ്മയെ കൊന്ന അവളെ ഗിരിയേട്ടൻ ഇനി എന്തെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റോ? അവര് തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞല്ലേ? ഒരു ജോയിന്റ് ഡിവോഴ്സിന് അവൾ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് നേരാ. പക്ഷേ അതുകൊണ്ടൊന്നും ഗിരിയെ അവള് വിട്ടുകളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും അവൾക്ക് ഗിരിയെ തിരികെ വേണമെന്ന് തോന്നിയാലോ? അങ്ങനൊന്നും പറയല്ല ഗൗരിച്ചി. ഗിരിയേട്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനൊന്നും നീ അങ്ങ് പറഞ്ഞു തള്ളല്ലേ നന്ദിനി. നിന്നെ തിരക്കി ഇവിടെ വന്ന കാമുകൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ മോളെ അത്ര വലിയ ആത്മാർത്ഥതയൊന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ കഴിഞ്ഞില്ല ഗൗരിച്ചി. ഗൗരിച്ചി എന്നെ കൈവിടുവാണോ? എല്ലാം മറന്നിട്ട് ഞാൻ നിന്നെ ഒപ്പം നിർത്തുന്നതേ അങ്ങനെ വിട്ടുകളയാനല്ല. ഗിരിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് ഇനി നീ അല്ലാതെ മറ്റാരും വരാൻ പോകുന്നില്ല. അത് ഞാൻ ഉറപ്പുവരുന്നു. ഗിരിയേട്ടനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഗിരിയേട്ടനെ അറിയോ? ഇത് കൊള്ളാം. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ തമാശ ഇത്. ഗിരിയേട്ടാ വേണ്ട, വലിയ അഭിനയൊന്നും വേണ്ട. എന്നെ സ്നേഹിക്കാനോ എന്നെ മനസ്സിലാക്കാനോ നീ ഇത്രയും നാള് ശ്രമിച്ചിട്ടില്ല. എനിക്കതിൽ പരാതിയുമില്ല. പക്ഷേ ഇനി എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല നന്ദിനി. ഒരു ഡിവോഴ്സിന്റെ വേദന ഞാൻ അനുഭവിച്ചിരിക്കുക. ഇനി ഒന്നുകൂടി ജീവിതത്തിൽ സംഭവിച്ചാലും താങ്ങാൻ കഴിയും. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് സന്തോഷത്തോടെ ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു നിമിഷം പോലും നീ എനിക്ക് സമ്മാനിച്ചിട്ടില്ല. അപ്പോ ഇത്രയും നാളെ സഹിക്കായിരുന്നാണോ പറയുന്നേ? അതെ, സഹിക്കുമായിരുന്നു. എനിക്കിപ്പം മടുത്തു. ഇനി തമ്മിൽ പിരിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗിരിയേട്ടാ വേണ്ട, ഒച്ച വെച്ച് മറ്റുള്ളവരെ കൂടി അറിയിക്കണ്ട. ഈ വീട്ടിൽ നടന്ന ഒരുപാട് സംഭവങ്ങളിൽ നീ നിൽക്കുന്നത് ഏട്ടത്തിയുടെയും ഈ വീടിന്റെയും ശത്രുപക്ഷത്തായിട്ടാ. ഓ, അതാണോ കാര്യം? അതെ, ഞാൻ ചിലപ്പോ ഏട്ടത്തിക്കെതിരെ സംസാരിച്ചേക്കാം, പ്രവർത്തിച്ചേക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും ഈ വീടിന്റെ ശത്രുവല്ല. ഒരിക്കലും ഞാനത് ആവുമില്ല. അതെ, ഇതുവരെ സംഭവിച്ചൊക്കെ നമുക്ക് മറക്കാം. എല്ലാത്തിനും ഗിരിയേട്ടനോട് ഞാൻ ക്ഷമ ചോദിക്കാം. എന്താ പോരെ? ഇനി എല്ലാത്തിനും ഞാൻ ഗിരിയേട്ടന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ഉറപ്പാണോ? ഉറപ്പ്. ഇനി പറ, എന്താ ഗിരിയേട്ടന് സങ്കടം? ഈ വീട്ടില് ഉടനെ ഒരു മരണം സംഭവിക്കും. മരണോ? ഗിരിയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? സത്യം. അതിന്റെ ട്രയലാ ഏട്ടത്തിക്ക് ഇതുപോലെ സംഭവിച്ചത്. ഇനിയും ആർക്ക് വേണമെങ്കിലും ഇത് ആവർത്തിക്കാം. ഏട്ടത്തിയോ നീയോ ഞാനോ ആര് വേണമെങ്കിലും കൊല്ലപ്പെടും. ആരാ ഇതിനൊക്കെ പിന്നിൽ? വേദ ഇതിന്റെയൊക്കെ പിന്നില്. ആശുപത്രിയിൽ അവൾ എത്തിയിരുന്നു. ഏട്ടത്തി മരിച്ചോ ഇല്ലയോ എന്നറിയാൻ. ഞാൻ ഈ വിവരം പോലീസിനെ അറിയിക്കാൻ പോവാ. ഏട്ടനിത് എന്തിന്റെ കേടാ? ആശുപത്രിയിലൊന്നും വന്നെന്ന് കരുതി ഇത് ചെയ്തത് വേദയാവണമെന്നുണ്ടോ? ചുമ്മാ പോലീസ് സ്റ്റേഷനിൽ കയറി ഇനി അതിനും കൂടി പുലിവാല പിടിക്കണ്ട. നിനക്ക് വേദ ഇതിനു മുൻപ് പരിചയമുണ്ടോ? എനിക്കെന്താ പരിചയം? പിന്നെ നീ എന്തിനാ അവളെ എങ്ങനെ ന്യായീകരിക്കുന്നത്? അയ്യോ, ഞാൻ ആരും ന്യായീകരിച്ചൊന്നുമല്ല. ഏട്ടൻ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കാതെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ഓർക്ക്. ഞാൻ പിന്നെ എന്തു വേണമായിരുന്നു? തന്നെ മരണത്തിന് വിട്ടുകൊടുക്കണമായിരുന്നു. അപ്പോ ഒരു കുഞ്ഞ് വേണമെന്നുള്ള എന്റെ ആഗ്രഹം? എടോ, താൻ പ്രഗ്നന്റ് ആവില്ലെന്നോ പ്രസവിക്കില്ലെന്നോ ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. എത്രയും വേഗം നമുക്ക് കുട്ടികളുണ്ടാവും. ഏട്ടന് ഉറപ്പുണ്ടോ ഇനി ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന്? മതിയടി പഠിച്ചത്. ദാ ഈ ചൂല് വെച്ച് ഈ തറയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക്.
കുന്നിക്കുരൻ അത്രേ ഉള്ളൂ. അവളുടെ വർത്താനം കേട്ടില്ലേ? മര്യാദക്ക് പറഞ്ഞു ചേടി. ഇങ്ങോട്ട് മാടി ചേടി. പിടിക്കാൻ തൂക്ക്. അച്ഛാ അവള് വന്നോളും. അച്ഛൻ കഴിക്കുക. അല്ല, നിനക്കെന്താ ഷൂട്ടിംഗ് തുടങ്ങുന്നേ? നാളെ കഴിഞ്ഞിട്ട്. ആ, സ്വാതി ഒപ്പം കൊണ്ടുപോകുന്നുണ്ടോ? കൊണ്ടുപോകണമെന്നാ വിചാരിക്കുന്നേ. നീലേ, ഞാനൊരു കാര്യം പറഞ്ഞ വേറൊന്നും തോന്നരുത്. സ്വാതിയോടുള്ള ദേഷ്യം കൊണ്ടാണ് പറയുന്നതെന്നും വിചാരിക്കരുത്. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? വല്ലിച്ച, ഒരു അപകടത്തിന് ശേഷം നീല് പുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോവാ. നീലിന് ഈ ശകുനത്തിലൊന്നും വലിയ വിശ്വാസമില്ലായിരിക്കും. പക്ഷെ വല്ലിച്ചന് അതിൽ വിശ്വാസമില്ലേ? അതെ, അതിനകത്തൊക്കെ കാര്യമുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? സ്വാതി തന്നെ, അല്ലാതാരാ? നീലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോഴാ സ്വാതിയുടെ സാരി കത്തിയത്. അതും ദേവിയുടെ മുന്നിൽ വെച്ച്. അതൊരു നല്ല ശകുനമാണോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? സാരിയിൽ തീ കത്തിയത് സ്വാതിയുടെ കുറ്റം കൊണ്ടാണെന്നാണ് നീ പറയുന്നത്? നീലെ കുറ്റമല്ല, പക്ഷേ അവളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി കൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നാ ഞാൻ പറഞ്ഞു വരുന്നേ. എല്ലാ മനുഷ്യർക്കും നെഗറ്റീവും പോസിറ്റീവും ഇല്ലേ? സ്വാതിക്ക് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ദേവിയുടെ മുന്നിൽ വെച്ച് സാരിയിൽ തീ കത്തിയത് ഒരു അപശകനമല്ലേ? ആ അവളെയും കൊണ്ടാണോ ഇനി ഷൂട്ടിങ്ങിനൂടെ പോവാൻ പോകുന്നത്? ആ കാരണം കൊണ്ട് ഈ സിനിമയ്ക്ക് വല്ല മുടക്കവും സംഭവിച്ച പിന്നാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീലേ, നിന്റെ കരിയറായി ഈ സിനിമ. അത് വെച്ച് കളിക്കരുത്. ഗൗരി പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാം. ആഹാ, സ്വാതി, താൻ പാക്കിംഗ് ഒക്കെ തുടങ്ങിയോ? എന്താടോ, തനിക്കിന്ന് ഭക്ഷണമൊന്നും വേണ്ടേ? തന്നെ താഴേക്ക് കണ്ടില്ലല്ലോ. ഒന്നുമില്ല. അല്ല സ്വാതി, തന്റെ ഡ്രസ്സൊക്കെ എവിടെ? അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞോ? എവിടെ? തന്റെ ബാഗൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല ഏട്ടാ, എന്റെ ഡ്രസ്സൊന്നും ഞാൻ പാക്ക് ചെയ്യുന്നില്ല. അതെന്താ സ്വാതി? ഞാൻ ഏട്ടന്റെ കൂടെ വരുന്നില്ല. ഇനി ഒരിക്കലാവട്ടെ. അതെന്താ അങ്ങനെ? നേരത്തെ നമ്മൾ അങ്ങനെയല്ലല്ലോ തീരുമാനിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ദിവസങ്ങൾ ഇത്രയായില്ലേ. ഇപ്പൊ ഞാൻ തീരുമാനം മാറ്റി. അതെന്താ ചോദിച്ചത്? ഏട്ടാ ഒച്ച വെക്കല്ലേ, ഞാനൊന്ന് പറയട്ടെ. താനൊന്നും പറയണ്ട. താൻ വേണം എന്റെ കൂടെ. ഞാൻ കൂടെ തന്നെ ഉണ്ട്. ഇത്തവണത്തേക്ക് എന്നെ ഒഴിവാക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതെന്താ ഞാൻ ചോദിച്ചത്? ശകുനങ്ങളൊന്നും ശരിയല്ല. എനിക്കെന്തോ മനസ്സിനൊരു പേടി. ക്ഷേത്രത്തിൽ വെച്ച് സാരിക്ക് തീ പിടിച്ചതും പിന്നെ അപകടം ഉണ്ടായതും ഒന്നും ഒരു നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, അത് ശരി. അപ്പോ താനിടയ്ക്ക് താഴേക്ക് വന്നിരുന്നു അല്ലേ? ഞാനോ? ഇല്ലില്ല. വന്നു. അവിടെ ഗൗരി വിളമ്പിയ അപശകുനത്തിന്റെ വർത്തമാനം താൻ കേൾക്കുകയും ചെയ്തു. അതിന്റെ തന്നെയാ ഈ മാറ്റം. എടോ, അവൾ എന്തോ വിവരക്കേട് പറഞ്ഞു എന്ന് വെച്ച് താനത് കാര്യമാക്കുന്നുണ്ടോ? അത്രയ്ക്ക് വിവരക്കേടല്ല ഏട്ടാ. ശകുനത്തിലും കാര്യങ്ങളുണ്ട്.